ഇമാജിൻ ദാറ്റ് നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു 2 o'clock 3 o'clock ആകുമ്പോഴത്തേനും പെട്ടെന്ന് നിങ്ങൾ ഉറക്കത്തിന് തട്ടി നിങ്ങൾ മുമ്പിൽ വലിയൊരു ഡാർക്ക് ഫിഗർ ഇപ്പൊ കാണുന്നുണ്ട്. അതിങ്ങനെ മെല്ലനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഒരു ഫിഗറൊക്കെ ഇങ്ങനെ മാറുന്നത് പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അത് ഭയങ്കര സ്കേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണ് മാത്രം നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ബോഡി ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. യു ട്രൈങ് ടു റൺ, യു ട്രൈങ് ടു സ്ക്രീൻ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് the figure just disappears and you are able to move. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ യു ആർ എക്സ്പീരിയൻസിങ് സ്ലീപ്പ് പാരാലിസിസ്. This is me, Ashwat Chajit, a mentalist. Let's uncover the secrets behind sleep paralysis. So, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മസിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വീക്ക് ആവും, പാരലൈസ്ഡ് ആവും. ഇതെന്തിനാ ഇങ്ങനെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഇമാജിൻ ദാറ്റ് നിങ്ങളിപ്പം നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഓടുന്നതായിട്ടുള്ള ഒരു സ്വപ്നമാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ബെഡിൽ എണീറ്റ് ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിങ്ങളുടെ മസിൽസ് ഒക്കെ വീക്ക് ആയി പോകുന്നത്, നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി പാരലൈസ് ആയി പോകുന്നത്. ആൻഡ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അറൌണ്ട് 2 or 3, നോട്ട് എക്സാക്ട്ലി 2 or 3, അത് ഏത് ടൈമോ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ നെറ്റി എണീക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഓൾറെഡി പാരലൈസ്ഡ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ഡ്രീം കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെ ആയിരിക്കും നിങ്ങൾ ആക്ച്വലി കണ്ണ് തുറന്നിട്ട് കാണാൻ പോകുന്നത്. അതാണ് നിങ്ങൾ കാണുന്ന ഈ ബ്ലാക്ക് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ്ലി ഫിഗർ ഒക്കെ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബോഡി ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെയിൻ നമ്മുടെ ബോഡീന്റെ മേലെ കൊണ്ടുവച്ച പോലത്തെ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ റീസൺ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി നമ്മുടെ ബോഡീനെ പാരലൈസ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ പല ആൾക്കാർ ഇതെന്തോ ഒരു ഗോസ്റ്റ് ആണ് അല്ലെങ്കിൽ പ്രേതം അവരുടെ അടുത്തേക്ക് വരികയാണെന്നൊക്കെ വിചാരിക്കാറുണ്ട്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റ് നിങ്ങളുടെ ബ്രെയിൻ്റെ ഒരു ഇല്യൂഷൻ, ഒരു ഹാലൂസിനേഷൻ മാത്രമാണിത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളർ ഫിഗറിനെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റ് ട്രിക്ക് ബൈ യുവർ മൈൻഡ്. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റിന് വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാം. ആൻഡ് എപ്പോഴും ഇങ്ങനെ സ്ലീപ്പ് പാരാലിസിസ് വരുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച്.